നമസ്കാരം. നാളെ ഡിസംബർ മാസം 9 തിങ്കളാഴ്ച പകൽ 12:30 വരെ പൂരുരുട്ടാതി നക്ഷത്രം, ശേഷം ഉത്രട്ടാതി. ചിങ്ങരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം. വൃശ്ചികത്തിലെ സോമവാരം. ശിവവഴിപാടുകൾ ചെയ്യുക. വൃശ്ചികത്തിലെ തിങ്കളാഴ്ച ദിവസം ശിവവഴിപാടുകൾ ചെയ്യുന്ന ഏതൊരു ഭക്തനും ശിവഭഗവാന്റെ അനുഗ്രഹം ധാരാളം വന്നു ചേരും. ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകലുന്നതായി കാണുവാൻ സാധിക്കും. എത്ര വലിയ പ്രാരാബ്ധവും പ്രശ്നവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ മാറുന്നതായി അനുഭവപ്പെടും. സത്യമാണ്, ഉറപ്പാണ്. മഹാഭാഗ്യത്തിലേക്കെത്തുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അകന്ന് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഇവരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. നമുക്കറിയാം, 7.5 ശനി തീരുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. കുറച്ചു കാലത്തെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. സങ്കടങ്ങളൊക്കെ അവസാനിക്കും. കഷ്ടപ്പാടുകളൊക്കെ മാറും. 7.5 ശനി തീരുന്നു. 7.5 വർഷത്തെ ദുരിതങ്ങൾ അവസാനിക്കുന്നു. വാസ്തവത്തിൽ ഈ നക്ഷത്ര ജാതകരുടെ ഒരു നല്ല സമയം ഈ ഒരു സമയത്ത് തുടങ്ങുകയായി. ഭഗവാനോട്, ഈശ്വരനോട് നന്ദി പറയേണ്ട സമയം. കാലങ്ങളായി എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അബദ്ധങ്ങളായിരുന്നില്ലേ? പലവിധ കബളിപ്പുകൾക്കും ഇരയായില്ലേ? സ്നേഹം നടിച്ച് കൂടെ നിന്നവരൊക്കെ ചതിച്ചില്ലേ? അങ്ങനെ പലവിധ ദുരനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു വലിയ നേട്ടത്തിലേക്ക്, ഒരു വലിയ ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് എത്താൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ കഴിയുന്ന സമയം. പല രീതിയിലായിരുന്നു പ്രശ്നങ്ങൾ. തൊഴിലിടത്ത് പ്രശ്നങ്ങൾ, വീട്ടിൽ പ്രശ്നങ്ങൾ, ബിസിനസ്സിലാണെങ്കിൽ പുരോഗതിയില്ല. വിദേശത്ത് പോകാമെന്ന് കരുതിയാൽ അവിടെ പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ പലവിധ പ്രശ്നങ്ങളായിരുന്നു ഇവർക്ക്. മനസ്സുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾക്ക് പോലും പഴി കേൾക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. ഏറ്റെടുത്ത കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. 100 രൂപയുടെ കടമുണ്ടെങ്കിൽ അതൊരു 1000 രൂപയുടെ കടമാകുന്ന അവസ്ഥ. കയ്യിൽ പൈസ കിട്ടിയാൽ തികയാത്ത അവസ്ഥ. എന്നാൽ ആ ദോഷങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഇവരുടെ സങ്കടങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഇവരുടെ ദുരിത ദുഃഖങ്ങൾ മാറാൻ പോവുകയാണ്. ഇവരുടെ കലഹങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇവർക്ക് നല്ല ഒരു കാലം വന്നു ചേരാൻ പോവുകയാണ്. ശത്രുശല്യം അവസാനിക്കാൻ പോവുകയാണ്. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന, ആ ഭാഗ്യമുള്ള, ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ഇവർക്ക് ഗുണാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ്. ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അകലും. ദോഷങ്ങൾ അകന്നു കിട്ടും. വലിയ ദോഷങ്ങളൊന്നും ഇനി വരില്ല. ഓരോ ശനിയാഴ്ചയും അടുത്തുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിൽ ആഞ്ജനേയ സ്വാമിയെ
ദർശനം നടത്തുക. ഓരോ ശനിയാഴ്ചയും നവഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യുക. എങ്ങനെ പൂജ ചെയ്യും? നവഗ്രഹങ്ങൾക്ക് 8 ശനിയാഴ്ച നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ ഒരു അറുതി വരാൻ പോവുകയാണ്. ജീവിതത്തിലെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ പോവുകയാണ്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ചിലരൊക്കെ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെയാണ്. ബന്ധങ്ങൾ ശിഥിലമാകുന്ന സമയം, ബന്ധങ്ങൾക്കൊക്കെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം, അതൊക്കെ മാറാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോവുകയാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവഭഗവാൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകലുന്നതായി കാണുവാൻ സാധിക്കും. അശ്വതിയെയും ഭരണിയെയും കാർത്തികയെയും സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിവർക്ക് ധനലാഭം തരുന്നു. വ്യാഴം ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിന്നാൽ ധനലാഭമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നടക്കും. അതുപോലെ തന്നെ ശുക്രൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും സന്തോഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾക്ക് 1 കോടി രൂപ കടമുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. 7.5 ശനി തീരുന്ന സമയത്ത് ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെയും അതീവ സമൃദ്ധിയിലെത്തും, അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് സാധ്യമാകും. ഡിസംബർ മാസം 10ാം തീയതിയോടുകൂടി ഈ 3 നക്ഷത്ര ജാതകരെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടെത്തിക്കുന്ന പലവിധ നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വാസ്തവം പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്, ഇനി ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഇവർ എത്താൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ്. എല്ലാ രീതിയിലും നേട്ടം, എല്ലാ രീതിയിലും ഉയർച്ച. മകരക്കൂറുകാർക്കും ഈ ഒരു ഭാഗ്യം വന്നു ചേരും. മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യമാണ്. കടബാധ്യതകളൊക്കെ മാറിക്കിട്ടുന്ന സമയം, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും രേവതിക്കും ഇനി ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്ന സമയം, തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സമയം. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഉറപ്പായും. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറും. പല വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. കഷ്ടപ്പാടുകളുടെ അങ്ങേയറ്റം, പേരുദോഷത്തിൻ്റെ അങ്ങേയറ്റം, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ദാമ്പത്യ ബന്ധത്തിലാണെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തിയ പലരുമുണ്ട് ഇതിനകത്ത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു രീതിയിലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. സുഹൃത്തുക്കളോട് പോലും ഒരു കാരണവുമില്ലാതെ ശണ്ട കൂടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇവരിൽ പലർക്കും. ഞാനീ പറയുന്ന 7 നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. നേട്ടങ്ങൾ കൊയ്യുന്ന സമയം തന്നെയായിരിക്കും. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. എഴുതി വെച്ചോ ഈ കാര്യങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, ഗൾഫിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടും. കഴിഞ്ഞ 7.5 വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ച എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ്. മറ്റൊരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും, മറ്റൊരു ഉദ്യോഗം നിങ്ങൾക്ക് ലഭിക്കും, മറ്റൊരു ബിസിനസ്സിൽ നിങ്ങൾ കെങ്കേമനാകും.
അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയാണ്, ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. കർമ്മ മേഖലയിൽ ഉയർച്ച. നിങ്ങൾ ധനവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ തുറക്കപ്പെടും. അങ്ങനെ ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. ദോഷങ്ങളൊക്കെ അകലും. ദുഃഖവും ദുരിതവും ഒക്കെ വരുമ്പോൾ ഓം നമോ നാരായണ, ഓം നമ ശിവായ, ഓം ശക്തി, ശിവ ശിവ, ഹര ഹരോ ഹര ഹര, മുരുക ഹര ഹരോ ഹര ഹര എന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി മുന്നോട്ട് പോവുക. ഭഗവാനെ വിളിക്കുക. നാരായണൻ രക്ഷിക്കും, ശിവൻ രക്ഷിക്കും, മുരുകൻ രക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നിങ്ങളെവിടെയാണെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അകലട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.